ആറാട്ടണൻ അലഞ്ചോസ് പെരേര യൂണിവേഴ്സിലെ ഒരേ ഒരു പെൺതരി രേണുസുതി വീണ്ടും കണ്ടന്റ് തരുവാനായി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഈ രേണുസുതിനെ പറ്റി പറഞ്ഞ 2 മാസം മുമ്പേ നിർത്തിയ കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഈ കാണിക്കുന്ന പറയുകയാണെങ്കിൽ മുതുക്ക് കൂത്താട്ടം അങ്ങനെ പറയാം. ഒപ്പം രേണുസുതി അനുമോളെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വേറെ കോൺട്രവേഴ്സി അത് വേറെ. അപ്പൊ ആ 2 വിഷയം കൂടി ചർച്ച ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോ കേട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയിൽ. വർത്താനം പറയല്ലേ പറയുമ്പോ സിനിമയിലാണെങ്കിൽ ഒരു ചീത്ത ഓടിക്കില്ല. അതിന് ദാസേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കിടക്കിലും ഇത് അറയ്ക്കും. ദാസേട്ടനാണെങ്കിൽ ഇങ്ങനത്തെ ഷോർട്ട് ഫിലിം ചെയ്തും പോയി. ഇടിപ്പി ചേർത്ത് പിടിക്കേ. നെറ്റിക്ക് രുമ്പ് കൊടുത്തേ. നെറ്റിനും കൂടെ കൊടുക്ക. അങ്ങനെ കൊടുത്തു പോട്ടെ. ചേർത്ത് പിടിക്ക്. ദാസേട്ട് കുറച്ചുകൂടി റൊമാൻസ് ഒക്കെ. ഇതിൽ കൂടുതൽ എന്ത് റൊമാൻസ് മോളെ ദാസേട്ടൻ കാണിക്കണ്ട അവിടെ ഇരുന്നിട്ട്. അയാൾക്കൊരു പരിധിയില്ലേ. അതോ ഈ രേണുസുധീനൊക്കെ വെച്ചിട്ട് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് തരം ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അവരെ പറയണം. ഇനി പടയിളക്കി വരല്ലേ യൂട്യൂബില്. കുറച്ചുകൂടെ ദാസേട്ടന്റെ ലിമിറ്റ് അതാണ്. അത്രേ ഉള്ളൂ. ഇനി അതിൽ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ പോട്ടെ എന്ന് വെക്കാം. അത് ഓഫ് സ്ക്രീനിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. രേണു ചേച്ചി അവിടെ ഇല്ല മോളെ. രേണു ചേച്ചി വേറെ മൂഡില. സംഭവം ഇതേപോലത്തെ ഉള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ അവരെന്നെ എടുക്കുകയാണ്. ട്രോളിന് വേണ്ടിയിട്ട് കോൺട്രവേഴ്സി ആവാൻ വേണ്ടിയിട്ട് വിടും. എന്നിട്ട് പറയുന്നു എന്നെ അങ്ങനെ പറയുന്നു, എന്നെ ഇങ്ങനെ പറയുന്നു, എന്നെയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാനങ്ങ് ദുബായിന്ന് വരെ എനിക്ക് ഇനാഗുറേഷനും എനിക്ക് പരിപാടിയുള്ള ആളാണ്. നിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുള്ളൂ. പറയുന്ന ഒരു രീതി നോക്കണമെങ്കിൽ അങ്ങ് ദുബായ് വരെ പിടിപാടുള്ള ആളാണ് കേസ് നമ്മുടെ രേണുസുധി. പറയുന്ന അവരുടെ സ്പിരിറ്റ് കണ്ടില്ലേ സാറേ. അതും കൂടി നമ്മൾ വിചാരിക്കണ്ടേ. കുറ്റം പറയാനൊന്നും പാടില്ല കേട്ടോ. കൊച്ചിയിൽ ഫുൾ കറങ്ങായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വന്നു 2 ദിവസം അടിയില് ടീച്ചർ ഇപ്പോഴും ചെയ്ത വാച്ചും സാധനങ്ങളൊക്കെ അവിടെ കുറച്ച് കയ്യിലുള്ള സാധനങ്ങള് ഇപ്പൊ പിള്ളേർ ഭയങ്കര ബിസി. ഇപ്പൊ കൊച്ചിയിൽ വന്നാൽ നമ്മളെ കാണാൻ സമയമില്ല. പ്രൊമോഷനുണ്ട്. കറക്റ്റ് ഗൈസ്. ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഒന്ന് കണ്ടോ. കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതായത് ഇത് ഓൺലൈൻ മീഡിയസ് തോന്നുന്നില്ല. അവിടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ വീഡിയോ എടുത്തിട്ട് ഇവന്മാർക്ക് ഈ നീലക്കുയില് പച്ചക്കുയില് പോലുള്ള ആൾക്കാർക്ക് മീഡിയസിനെ അയച്ചു കൊടുക്കുകയാണ്. അടുത്ത വീഡിയോ ഒന്ന് കണ്ടോക്ക്. അവരുടെ അവിടെ പറയുന്നത് അന്ന് എടുത്ത അത്ര റീച്ച് വരില്ല, അല്ലെങ്കിൽ റീച്ച് ഇല്ല. ഇപ്പൊ റീച്ച് കുറവാ. അപ്പൊ റീച്ച് ഉണ്ടാക്കാൻ എത്രത്തോളം കാണിക്കാൻ പറ്റുമോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന്റെ എക്സ്ട്രീം ലെവല് ഇവര് കാണിക്കും. ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരോടാ പറയാറ്. റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മിണ്ടാതെ കയ്യും കെട്ടിയിട്ട് നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കണം എന്നാണോ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും രേണുസുധിക്ക് അത് ദുബായില് പരിപാടിയുള്ള ആളാട്ടോ. അത് നമ്മള് വിചാരിക്കണം. ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ തമ്മിൽ ചെറിയ ചർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു. ഞാൻ പറയട്ടെ, ഇന്ന് ബിഗ് ബോസില് ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടക്കുന്നു. എല്ലാവരും ഉണ്ട്. അനുഭവം എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, അതിനു മുന്നേ പല പല പ്രോഗ്രാമുകൾ വന്നു. ഞാൻ അപ്പൊ ദുബായി പോയേക്കാണ് ഇവരെല്ലാം ഒന്നിച്ചു കൂടി. ഇവിടെ നില്ലടാ, ഇവിടെ നില്ലേ. നീ എന്തിനു ഒന്ന് പറഞ്ഞ് 2 ദുബായി പിടിക്കുന്നേ? എനിക്ക് ഒരു പ്രോഗ്രാം എന്നെ ബിന്നി വിളിച്ചായിരുന്നു. എന്റെ മാനേജർ ഈ പ്രോഗ്രാം കൺഫേം ആക്കി. അതെ അതെ, അതുകൊണ്ടാണ് കേട്ടോ മാനേജർ പ്രോഗ്രാം കൺഫേം ആക്കിക്കൊണ്ടാണ് കേട്ടോ ഗൈസ്. ഇതിന്റെ അകത്ത് അവര് പറയുന്നത് അനുമോള് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നല്ല പറഞ്ഞേ, പിന്നീട് അവിടെ പോയോ, പിന്നീട് പരിപാടിക്ക് പോയോ, ഇന്ന പരിപാടിക്ക് പോയോ, അതിന് സ്കിപ്പ് ചെയ്ത് അനുമോള് ഒരു നെഗറ്റീവായിട്ട് അനുമോള് പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുക എന്നുള്ള രീതിയിൽ. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അനുമോള് പണിയില്ലാതെ വീട്ടിലിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ ആ സമയത്താണ് ബിന്നിയുടെ, അത് ഞാൻ പറയാൻ കാരണം അന്നാണ് ബിന്നിയുടെ പ്രോഗ്രാം നടക്കുന്നത് അല്ലെ. അനുമോളുമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഏതൊരു
റീ യൂണിയൻ അവരൊക്കെ ഒരുപാട് വെച്ചത്. അതിനകത്ത് ഞാനും ഇല്ല, അനുമോളും ഇല്ല. അനുമോള് തിരക്കായതുകൊണ്ടാണ് അനുമോള് വരാത്തത്, ഞാനും തിരക്കായതുകൊണ്ടാണ് വരാത്തത്. അതല്ലാതെ അനുമോള് വീട്ടിലിരിക്കാന്ന് രേണു സുധി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. എല്ലാ സുധിച്ചേട്ടനും വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ്, അത് ആദ്യം നമ്മള് മനസ്സിലാക്കണം. അതുപോലെ ചേച്ചി കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിരുന്നു അനുമോളും ചേച്ചിയും തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് അതിനെ ചൊല്ലിയിട്ട് 2 ദിവസം ഇന്നലെ ഞാൻ കണ്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരാള്, അനുമോളുടെ ഒരു വോയിസ് ക്ലിപ്പ്. അതായത് ചോദിക്കുന്നത് അനുമോളുടെ വളർച്ചയിൽ അസൂയയാണ് രേണു എന്നാണ് അത് പറയുന്നത്. അനുമോളുടെ വളർച്ചയിൽ ഞാൻ ഇതിനാണ് അസൂയപ്പെടുന്നത്. അനുമോൾ എന്ന് പറയുന്നത് കൊല്ലം സുധിച്ചേട്ടന്റെ ഒരു സഹപ്രവർത്തകയാണ് അല്ലെ. അന്ന് തൊട്ട് എനിക്ക് അറിയാവുന്നതാണ് അനുമോൾ. അനുമോൾ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വർഷം മുന്നേ അറിയാവുന്നതാണ് ഈ ബിഗ് ബോസിലെ ഷാനവാസിക്കൊക്കെ രേണു ചേച്ചിക്കും പിന്നെ ഒരാളെ കൂടെ ജിഷിൻ ചേട്ടനും എന്നെ അറിയാമെന്നാണ് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, സുധിച്ചേട്ടന്റെ സഹപ്രവർത്തകൻ അവരെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാം. ഇന്ത്യ എന്തൊക്കെ പറഞ്ഞാൽ ഈ കാട്ടവരാതം നിർത്താൻ ഒരു പരിപാടി ഇല്ല തോന്നുന്നു ഗൈസ്. നമ്മൾ ചാവുന്നവരെ അത് തുടർന്നുകൊണ്ടിരിക്കും. ഒന്നല്ലെങ്കിൽ ഇൻസ്റ്റ ബാൻ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഇൻസ്റ്റ ഡീആക്ടിവേറ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. ഇങ്ങനെ സജഷൻ വന്നോണ്ടിരിക്കുകയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. 2-3 ദിവസമായിട്ട് തന്നെ. അതായത് അവര് ചെയ്യുന്നതിനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല, പക്ഷെ ഇതിനെ റിയാക്ട് ചെയ്യുമ്പോൾ പ്രശ്നം, ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ പ്രശ്നം, ഇങ്ങനെ പറയുമ്പോൾ പ്രശ്നം. പക്ഷെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇതൊന്നും രേണുസുദ്ധിയെ ബാധിക്കുന്ന കാര്യമല്ല കേട്ടോ. രേണുസുദ്ധി അങ്ങ് ദുബായിലേക്കാണ് പോകുന്നത്. ഇതൊന്നും രേണുസുദ്ധിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഓരോ കോൺട്രവേഴ്സി നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ട് തരുമ്പോൾ നമുക്ക് ഇതങ്ങനെ നോക്കിയും കണ്ടും ഇരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പൊ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയായിട്ട് പോവുക. രേണുസുദ്ധിയുടെ പുതിയ ഷോർട്ട് ഫിലിം കണ്ട ആൾക്കാരുടെ അഭിപ്രായം എന്തായാലും നമ്മുടെ കമന്റിൽ പറയുക. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.